അവൻ പറഞ്ഞു, ഈ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. സഹൂർ പുറത്തു പോകും, അവന് തവണ വരില്ല. രാവിലെ പുറത്തു പോകും, അവന് തവണ വരില്ല. നബിയുടെ ശുപാർശ, പിന്നെ ഒലിയാക്കളുടെ ശുപാർശ, പിന്നെ മുജാഹിദുകളുടെ, പിന്നെ ഷഹീദുകളുടെ, പിന്നെ പ്രഭാഷകരുടെ, പിന്നെ ഉലമാക്കളുടെ, പിന്നെ അല്ലാഹുവിന്റെ സത്യനിഷ്ഠരായ ദാസന്മാരുടെ, പിന്നെ മുഹമ്മദ് മുസ്തഫാന്റെ. അതിനുശേഷം അല്ലാഹു താൻ തന്നെ 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. എങ്കിലും അവന് തവണ വരില്ല. അത്രയും ദുർബലമായ വിശ്വാസം ആയിരിക്കും. ഇപ്പോൾ അവന്റെ വിശ്വാസത്തിന് വിലയിടാൻ തുടങ്ങും. അപ്പോൾ അല്ലാഹു അവനോട് പറയും, എന്റെ ദാസ, ഞാൻ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അവൻ പറയും, അല്ലാഹുവേ, ദയവായി നൽകൂ. അപ്പോൾ അല്ലാഹു അവനെ ഒരു സ്ഥലത്ത് എത്തിക്കും. അതു അവന്റെ സ്വന്തം സ്വർഗമല്ല, താഴെയുള്ളതും. പിന്നെ അവന് മറ്റൊരു സ്വർഗവും കാണിക്കും. കുറച്ചു നേരം അവൻ സഹിക്കും. പിന്നെ പറയും, അല്ലാഹുവേ, ഇതല്ല, അതാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹു പറയും, പിന്നെ നീ വേറെ ഒന്നും ചോദിക്കില്ലേ? അവൻ പറയും, ഇല്ല ഇല്ല, നിന്റെ പേരിൽ ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല. അപ്പോൾ അല്ലാഹു അവനെ അവിടെ നിന്ന് മേലോട്ടു എത്തിക്കും. പിന്നെ മറ്റൊരു സ്വർഗവും കാണിക്കും. കുറച്ചു നേരം അതിനെ നോക്കി നിൽക്കും. അതാണ് കൂടുതൽ മനോഹരം, മുമ്പത്തേത് കുറച്ച് മനോഹരം. പിന്നെ അവൻ പറയും, അല്ലാഹുവേ, ഇതല്ല, അതാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹു പറയും, ഇനി വീണ്ടും ചോദിക്കുമോ? അവൻ പറയും, ഇല്ല ഇല്ല ഇല്ല, ഇനി ഞാൻ ചോദിക്കില്ല, നിന്റെ പേരിൽ ഇനി ചോദിക്കില്ല. പിന്നെ മറ്റൊന്ന് കാണിക്കും. അതിനെ കണ്ടപ്പോൾ കുറച്ചു നേരം അവൻ ശാന്തനായി ഇരിക്കും. പിന്നെ പറയും, അല്ലാഹുവേ, ഇതല്ല, അതാണ് വേണ്ടത്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ പറയും, അല്ലാഹുവേ, ഒരു സൈക്കിൾ തന്നാൽ മതി. സൈക്കിൾ കിട്ടിയാൽ പറയും, ഒരു മോട്ടോർ സൈക്കിൾ തരേണേ. മോട്ടോർ സൈക്കിൾ കിട്ടിയാൽ പറയും, ഒരു കാർ തരേണേ. ചെറുതായാലും മതി, സുസുക്കി ആണെങ്കിലും മതി, ചെറുതായാലും മതി. അതു കിട്ടിയാൽ പിന്നെ പറയും, വലിയതൊന്ന് തരേണേ. അതു കിട്ടിയാൽ പറയും, ഒരു വിമാനമെങ്കിലും തരേണേ. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെ അവസാനം അല്ലാഹു അവനു അവന്റെ യഥാർത്ഥ സ്വർഗം കാണിക്കും. യഥാർത്ഥ സ്വർഗം കണ്ടപ്പോൾ 3-4 തവണ വാഗ്ദാനം ലംഘിച്ചിട്ടുണ്ടാകും. അതു കണ്ടപ്പോൾ സഹനമുണ്ടാകില്ല. പക്ഷേ അവൻ ഒന്നും പറയും വണ്ണം ഇല്ല, ഭയപ്പെടും. അപ്പോൾ അല്ലാഹു പറയും, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് ചോദിക്കാറില്ല? അവൻ ഭയന്നിരിക്കുന്നു. എങ്കിൽ റിവേഴ്സ് ഗിയർ ഇടും, പിന്നെ തിരിച്ചു പോകേണ്ടി വരും എന്ന ഭയം. അതിനാലാണ് അവൻ ശാന്തനായി ഇരിക്കുന്നത്. പിന്നെ അല്ലാഹു വീണ്ടും പറയും, ചോദിക്കാറില്ലേ? അവൻ പറയും, അല്ലാഹുവേ, ലജ്ജ തോന്നുന്നു, വളരെ വാഗ്ദാനങ്ങൾ ലംഘിച്ചു, ഇപ്പോൾ ലജ്ജ തോന്നുന്നു. അപ്പോൾ അല്ലാഹു പറയും, ശരി, നീ പറയൂ, ഞാൻ ലോകം സൃഷ്ടിച്ച ദിവസം അതിന്റെ 10 ഇരട്ടി ചെയ്ത് നിന്നെ കൊടുത്താൽ സന്തോഷമാണോ? അവൻ പറയും, അല്ലാഹുവേ, എന്നോട് തമാശ ചെയ്യരുതേ, എന്നോട് തമാശ ചെയ്യരുതേ. അല്ലാഹു പറയും, ഞാൻ തമാശ ചെയ്യുന്നില്ല, ഇത്ര വലിയ സ്വർഗം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ശരി, അല്ലാഹു അവനെ സ്വർഗത്തിന്റെ വാതിലിൽ എത്തിച്ചാൽ അപ്പോൾ അല്ലാഹു അവനോടൊപ്പം സ്നേഹത്തോടെ സംസാരിക്കും. എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഇടം ഇല്ലെങ്കിൽ അവൻ തിരിച്ചു വരും, നിന്നു നിൽക്കും. അല്ലാഹു പറയും, പോവേ. അവൻ വീണ്ടും പോകും. പിന്നെ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലം ഇപ്പോൾ ഹാൾ നിറഞ്ഞതുപോലെ. അവിടെയുള്ളവർ അകത്തേക്ക് പോകുന്നു, സ്ഥലം നിറഞ്ഞിരിക്കുന്നു. പിന്നെ അവൻ വീണ്ടും തിരിച്ചു വരും. 3-ാം തവണയും അല്ലാഹു പറയും, പോകാൻ എന്തിനു തയ്യാറാകുന്നില്ല? അവൻ പറയും, അവിടെയുള്ളവർ സ്ഥലം വിട്ടിട്ടില്ല, ഞാൻ എവിടേക്ക് പോകണം? നീ ഇടം വിട്ടിട്ടില്ലല്ലോ. അല്ലാഹു പറയും, ശരി, ഇപ്പോൾ പോ, ഇപ്പോൾ നിനക്കായി വാതിൽ തുറന്നിരിക്കുന്നു. ഇപ്പോൾ നീ പോകുമ്പോൾ യഥാർത്ഥ വാതിൽ തുറക്കും. അവിടെ അവന്റെ ദാസൻ നിൽക്കുന്നുണ്ടാകും. അത്ര മനോഹരൻ അവനെ കണ്ടാൽ. നമ്മുടെ ഉപഭൂഖണ്ഡത്തിലെ പതിവ് പോലെ മുതിർന്നവരുടെ മുന്നിൽ കുറച്ച് വണങ്ങി കാണുന്നു. അവൻ ചോദിക്കും, അമ്മേ, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് വണങ്ങുന്നു? അവൻ പറയും, നിങ്ങൾ ദൂതന്മാരാണ്. അവൻ പറയും, ഇല്ല, ഞാൻ ദൂതൻ അല്ല, ഞാൻ നിങ്ങളുടെ സേവകനാണ്, ദാസനാണ്. ശരി, ഇത്രയും സുന്ദരൻ. പിന്നെ അവനെ കൂട്ടി അവൻ പോകും. അപ്രത്യക്ഷത്തിൽ ഒരു പ്രകാശത്തിന്റെ തിളക്കം ഉയരും. അത്രയും ശക്തമായ ലൈറ്റുകൾ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു സാഷ്ടാംഗം വീഴും. അവന്റെ കരൺ അവനെ പിടിക്കും. സാർ, സാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവൻ പറയും, ഇത് അല്ലാഹുവിന്റെ പ്രകാശമാണ് ഞാൻ കാണുന്നത്, അതിനാൽ ഞാൻ സാഷ്ടാംഗം വീഴുകയാണ്. അവൻ പറയും, ഇത് അല്ലാഹുവിന്റെ പ്രകാശമല്ല, നിങ്ങളുടെ വീട്ടിലെ ലൈറ്റുകളാണ്. ശരി, അങ്ങനെ വീടുകളും ഉണ്ടോ? പിന്നെ മുന്നോട്ട് പോകുമ്പോൾ 80,000 കരന്മാർ, 80,000, അങ്ങനെ 80,000 കരന്മാർ അൻവർ നൽകാൻ കാത്തു നിൽക്കും. അതിനൊപ്പം 40 വർഷം നീളുന്ന കാർപ്പറ്റ് വിരിച്ചിരിക്കും. അതിന്മേൽ അവൻ നടക്കും. കാർപ്പറ്റിൽ 40 വർഷം നടക്കുമ്പോഴും കാർപ്പറ്റ് അവസാനിക്കില്ല. അപ്പോൾ അവരൊക്കെ അവനെ സ്വാഗതം ചെയ്യും, വെൽക്കം പറയും. നിങ്ങൾ വളരെ വൈകി, നിങ്ങൾ വളരെ വൈകി എന്ന് പറയും. അവൻ പറയും, നന്ദി പറയൂ, ഞാൻ എങ്കിലും വന്നല്ലോ. അപ്പോൾ അവർ സന്തോഷിക്കും, നൃത്തം ചെയ്യും, സംഗീതം വായിക്കും. അവനെ കൂട്ടി
നമ്മുടെ നാട്ടിലെ ബാറാട്ട് പോലെ, ബാന്ദ് ബാജിയുമായി മുഴുവൻ ബാറാട്ട് പോലെ അവനെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഒരു വലിയ മൈതാനത്ത് എത്തും. അവിടെ നോക്കിയാൽ എല്ലായിടത്തും അനുഗ്രഹങ്ങൾ കാണാം. മൈതാനത്തിന്റെ നടുവിൽ വളരെ മനോഹരമായ ഒരു സിംഹാസനം ഇരിക്കും. അത് പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചിരിക്കും. അതിൽ ഹീര, മുത്ത്, മാണിക്യങ്ങൾ പതിച്ചിരിക്കും. അതിലെ ഒരു ചെറിയ മുത്ത് എടുത്ത് നിലത്ത് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ആകാശം വരെ വെളിച്ചം പടരും. അങ്ങനെ മനോഹരമായിരിക്കും അവന്റെ സിംഹാസനം. അതിൽ അവനെ ഇരുത്തും. ഇപ്പോൾ 80,000 സേവകരുണ്ട്. ഓരോരുത്തരുടെയും കയ്യിൽ ഒരു ഗ്ലാസും മറ്റേ കയ്യിൽ ഒരു ഡിഷും ഉണ്ടാകും. 80,000 ഡിഷുകളും 80,000 പാനീയങ്ങളും. ഓരോ പാനീയവും വ്യത്യസ്തമായിരിക്കും. അവൻ അവയെല്ലാം നൽകും. ആകാ, നിങ്ങൾ വരൂ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകും. ഇതാ, ഈ 80,000 ഡിഷുകൾ എല്ലാം കഴിക്കൂ, 80,000 പാനീയങ്ങൾ എല്ലാം കുടിക്കൂ. കഴിക്കുന്നതിന്റെ രുചിയും കുടിക്കുന്നതിന്റെ രുചിയും ഒരിക്കലും തീരുകയില്ല. 80,000 ഡിഷുകൾ ഗഡബ്ഗഡാപഡാപ്, 80,000 പാനീയങ്ങൾ ഷടപ് ഷടപ് ഷടാപ്, എല്ലാം ഉള്ളിലേക്ക്. അതും ഓരോരുത്തരിലും ഒരു അത്ഭുതം. ഓരോ കഷ്ണത്തിന്റെ രുചി മുമ്പത്തേതിനേക്കാൾ കൂടുതലായിരിക്കും. ഓരോ കുടിപ്പാനത്തിന്റെ രുചിയും മുമ്പത്തേതിനേക്കാൾ കൂടുതലായിരിക്കും. കഴിക്കൂ, രുചി കൂടിക്കൊണ്ടിരിക്കുന്നു. കുടിക്കൂ, രുചി കൂടിക്കൊണ്ടിരിക്കുന്നു. മൂത്രം വരുമോ ഭയം ഇല്ല. മലമൂത്രം വരുമോ ഭയം ഇല്ല. രോഗം വരുമോ ഭയം ഇല്ല. ചൂർണമുണ്ടോ വേണ്ട. സൈന കുടിക്കൂ വേണ്ട. ഇവൻ എല്ലാം കഴിച്ചു കുടിച്ച ശേഷം അവന്റെ സേവകർ പറയും, സഫ്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കാണാം. പിന്നെ അവർ അപ്രത്യക്ഷരാകും. ഇത് അങ്ങനെ അല്ല. അവർ പോയി, പിന്നെ പോയി, പിന്നെ പോയി. അങ്ങനെ പോകാൻ 10 മിനിറ്റ് എടുക്കുന്നവരല്ല. അവർ അത്ര വേഗത്തിൽ അപ്രത്യക്ഷരാകും. അവന്റെ മുന്നിൽ സ്വർഗം കാണാം. പക്ഷേ ഒരു മറയുണ്ട്. ആ മറ അങ്ങനെ ഉണ്ടാകുന്നു. അത് മറയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൃശ്യമാണോ എന്ന് മനസ്സിലാകില്ല. അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ അപ്രത്യക്ഷം അങ്ങനെ ഇളകും, അങ്ങനെ ഇളകും. അവന്റെ മുന്നിൽ മറയാണല്ലോ. അത് അങ്ങനെ നീങ്ങുമ്പോൾ ആദ്യം അവന് അവന്റെ ഭാര്യയുടെ മുഖം അല്ലാഹു കാണിക്കും. അത് അവൻ നോക്കുമ്പോൾ അവൻ അവിടെ തന്നെ സ്തംഭിച്ചു പോകും. ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കില്ല. അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. നരകത്തിലെ കറുത്ത ദൂതന്മാരെ കണ്ടവൻ ഇപ്പോൾ ഹൂറിനെ കാണുമ്പോൾ പൈതലാകില്ലേ? പിന്നെ എന്ത്? അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. അവൻ അത്രയും നേരം നോക്കും. അല്ലാഹുവിന്റെ കസം, ഈ വഞ്ചനയിൽ നിന്ന് മനസ്സും ജീവിതവും ശുദ്ധമായി സൂക്ഷിക്കുക. അല്ലാഹു ഇത്തരത്തിലുള്ള ഭാര്യമാരെ ഒരുക്കുന്നു. നിങ്ങളുടെ വയറ്റിൽ മദ്യം കടക്കരുത്. അല്ലാഹു തന്നെ തന്റെ കൈകളാൽ നിങ്ങൾക്ക് കുടിക്കും. തന്റെ ശക്തിയാൽ സുന്ദരമായ ഭാര്യമാരെ നൽകും.